ഓക്കെ ഗേസ്, അപ്പോൾ കുറച്ചു നേരം മുന്നേ എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടാ. സംഭവം വേറൊന്നുമല്ല, നമ്മുടെ പോലീസ് സ്റ്റേഷനിലെ ഒരു പുതിയ സൂപ്പർ കാർ വന്നേക്കാ. അതും പോലീസിൻ്റെ സൂപ്പർ കാറ്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. അവിടെ പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ ഒരു കാറുണ്ട്. അത് ആക്ച്വലി ഒരു SUV ആണ് കേട്ടാ. ഇത് പിന്നെ ലംബോർഗിനി ഉറൂസാ. ഉറൂസ് നൈസ് വണ്ടിയാ, ഒരു രക്ഷയില്ല. ഈ കാറിന് ഭയങ്കര സ്പീഡാണ്. ഇതാണ് പോലീസുകാർക്ക് പുതിയതായിട്ട് കിട്ടിയേ. ഇതിൽ പിന്നെ പോലീസ് എന്നൊന്നും എഴുതിയിട്ടില്ലട്ടാ. ഈ വണ്ടിയിൽ പിന്നെ സൈറണും ഇല്ല. സാധാരണ പോലീസിന്റെ വണ്ടിയിലേ ഒരു സൈറൺ ഉണ്ടാവും, ഇതിൽ സൈറണൊന്നുമില്ല. അത് പുതിയതായിട്ട് കിട്ടിയ വണ്ടിയാ. ചിലപ്പോൾ അതിൽ സൈറൺ വെച്ചിട്ടുണ്ടാവില്ല, കുറച്ച് കഴിഞ്ഞ് ചിലപ്പോൾ അതിൽ വെക്കും. അതുകൊണ്ട് ഇപ്പോൾ ഈ കാറിനെ പോലീസ് കാർ എന്ന് പറയാൻ പറ്റില്ല. ഇതിപ്പോൾ ഒരു നോർമൽ കാറാ, കാരണം സൈറണില്ല. ഞാനിപ്പോൾ അലക്കണതേ ആ കാറ് നൈസായിട്ട് അടിച്ചു മാറ്റിയാലോ ഒന്ന്. ഇതപ്പോൾ പറ്റിയ അവസരാ. പക്ഷേ ഈ കോലത്തിൽ പോയി കഴിഞ്ഞാൽ ശരിയാവില്ലട്ടാ. ഈ കോലത്തിൽ പോയാലേ പോലീസുകാർക്ക് എന്നെ എന്തായാലും മനസ്സിലാവും. പിന്നെ അവന്മാർ എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയിടും. നമുക്കപ്പോൾ ഒരു മാസ്ക് ഒക്കെ വെക്കേണ്ടി വരും. ഒരു മാസ്ക് വയ്ക്കാം, പിന്നെ തലയിൽ ഒരു വിഗ് വയ്ക്കാം, പിന്നെ ഈ ഡ്രസ്സൊന്ന് മാറാം. എടാ ടോമിയെ, നീ പറഞ്ഞത് ശരിയാ. പോലീസ് സ്റ്റേഷനിൽ ഒരു പുതിയ കാർ വന്നുണ്ട്. അതിൽ ലംബോർഗിനി ഉറൂസാ. ഉറൂസ് പക്ഷെ നൈസ് കാറാ. ആ കാറിന് ഭയങ്കര സ്പീഡാണ്. പോലീസുകാർക്ക് ഇനി കള്ളന്മാരെ പിടിക്കാനേ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓ, ലംബോർഗിനി ഉറൂസാണോ? അത് കൊള്ളാലോ. ലംബോർഗിനി ഉറൂസ് നൈസ് വണ്ടിയാ, എൻ്റെ ഫേവറേറ്റ് വണ്ടിയാ. അല്ല, എന്നിട്ട് നോക്കി നിൽക്കണേ? വേഗം പോയിട്ട് ആ കാറ് അടിച്ചു മാറ്റ്, അല്ലെങ്കിൽ പോലീസുകാര് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകും. ഇതൊക്കെ പറ്റിയ ചാൻസാ. ആടെ ടോമിയെ, ഞാൻ പോയിട്ട് അടിച്ചു മാറ്റാം. അതിനു മുൻപേ ഞാനൊരു മാസ്ക് ഒക്കെ വെക്കട്ടെ. എന്നെ ഒരു കാരണവശാലും ആരും തിരിച്ചറിയാൻ പാടില്ല. Meanwhile, ഓക്കെ, ഇവിടെ ഞാനേ മാസ്ക് ഒക്കെ വെച്ചു. മാസ്കും വെച്ചു, തലയിലൊരു വിഗും വെച്ചു, പിന്നെ മേത്ത് കുറേ ടാറ്റൂസും മുട്ടിച്ചു. ഇപ്പം എന്നെ കണ്ടാലേ ഒരാളും തിരിച്ചറിയില്ല. എടാ ടോമിയെ, നീ ഇവിടെ തന്നെ നിന്നാ മതിട്ടാ, വേറെ എങ്ങോട്ടും പോവണ്ട. ഞാൻ ഇപ്പോൾ പോയിട്ട് ആ കാറ് അടിച്ചു മാറ്റി കൊണ്ടുവരാം. ഇവിടെ പിന്നെ പോലീസ് സ്റ്റേഷനിലേ അധികം പോലീസുകാരൊന്നും ഇല്ലേട്ടാ. ഒരാൾ മാത്രമുള്ളൂ. നേരത്തെ ഒരാളിനെ കണ്ടുള്ളൂ. അയാളപ്പം നമുക്ക് നൈസായിട്ട് തട്ടാം, എന്നിട്ട് ആ കാർ അടിച്ചു മാറ്റാം. അയ്യോ, നൈസായിട്ട് തലടിച്ച് വേണേ. ഭാഗ്യം ഒന്നും സംഭവിച്ചില്ല, ചെറുതായിട്ട് സ്ലിപ്പായിട്ട് വീണു. ആ പോലീസുകാരൻ പക്ഷേ ഇവിടെ ഇരുന്ന് നിൽക്കണ്ടായിരുന്നേ. ഇതേ കണ്ടില്ലേ, അവിടെ ഒരാൾ നിൽക്കണ്ട്. നമുക്കപ്പോൾ അയാളെ നൈസായിട്ട് തട്ടാം. ആ, ഇതാരടാ? എന്നെ ആരടാ വെടിവെച്ചേ? നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. നിന്റെ കാര്യത്തിൽ തീരുമാനമാവും. ആണോ? എൻ്റെ കാര്യത്തിൽ തീരുമാനാക്കോ? നീയൊക്കെ ജീവനോടെ ഉണ്ടായാലല്ലേ. ദേ കിടക്കണോ അവിടെ. അയാളുടെ കാര്യത്തിൽ തീരുമാനമായി. ഇവിടെ പിന്നെ വേറെ ആരെയും കാണാനില്ല. ഇതിപ്പോൾ നല്ല അവസരാ. നമുക്ക് ഈ കാറങ്ങ് അടിച്ചു മാറ്റാം. ലെറ്റ്സ് ഗോ. വണ്ടിയിൽ പിന്നെ താക്കോലൊക്കെ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഈ വണ്ടി ഇനി നമുക്ക് പുറത്തേക്ക് ഇറക്കാം. നമുക്ക് നോക്കിയും കണ്ട് ഇറക്കാട്ടാ. വണ്ടിയിൽ സ്ക്രാച്ച് ഒന്നും വരാൻ പാടില്ല. ഓക്കെ, നമ്മളിവിടെ എങ്ങനെയൊക്കെയോ പുറത്തേക്ക് ഇറങ്ങി. പക്ഷേ ഒരു ചെറിയ പ്രശ്നം. എനിക്കിവിടെ 2 സ്റ്റാർ വാണ്ടഡ് ലെവൽ കിട്ടിയേക്കാ. ഇപ്പോഴത്തെ പോലീസുകാർ എൻ്റെ പിന്നാലെ വരുന്നുണ്ട്. നമുക്കപ്പോൾ എങ്ങനെയെങ്കിലും പോലീസിൻ്റെ നിന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ ശരിയാവില്ല. ഈ പോലീസുകാർക്ക് പിന്നെ വിവരില്ലേട്ടാ. ഇവരെന്നെ തടയാനേ ഈ വണ്ടിമ്മ കൊണ്ട് ഇടിക്കും. അവർ ഇതൊന്നും നോക്കില്ല, ഈ കാറ് എക്സ്പെൻസീവ് ആണെന്നും നോക്കില്ല. ഇതുമ്മ കൊണ്ടുപോയിട്ട് താങ്ങേ. വണ്ടിയുമ്മ ഇപ്പോൾ ഒരു സ്ക്രാച്ച് പോലും വരാണ്ട് നോക്കണം. ഒരു കാരണവശാലും ഈ വണ്ടി ഡാമേജ് ആവാൻ പാടില്ലേ. അല്ല, ഇങ്ങോട്ടേക്ക് പോവാ. ജുറാസിക് പാർക്കിൽ പോകാൻ പറ്റുമോ? ഓ, ജുറാസിക് പാർക്കിൽ പോണത് ഇപ്പോൾ ഒട്ടും സേഫ് അല്ല. ഇവിടെ നിന്ന് ജുറാസിക് പാർക്കിലേക്ക് കുറച്ച് ദൂരണ്ടേ. നമുക്കേ ഒരു കാര്യം ചെയ്യാം. അവിടെ മുമ്പിലേ ഒരു പുതിയ സിറ്റി ഉണ്ട്. ആ സിറ്റിയുടെ അടിയിൽ ഒരു റെയിൽവേയുടെ ടണലുണ്ട്. നമുക്കപ്പോൾ ആ ടണലിൻ്റെ അകത്ത് കയറി ഒളിച്ചിരിക്കാം. ആ ടണലിൻ്റെ അകത്തേക്ക് പോലീസുകാർ കയറി വരില്ലെന്ന് വിചാരിക്കണോ? നമുക്കപ്പോൾ ഇതിൻ്റെ അകത്ത് കയറാം. ലെറ്റ്സ് ഗോ. നമുക്ക് കുറച്ച് ഉള്ളിലേക്ക് പോവാം. പോലീസുകാർ ഇതിൻ്റെ അകത്തേക്ക് വരില്ല, വരാൻ ചാൻസ് ഇല്ല.
അതെ, നമുക്ക് തൽക്കാലേ വണ്ടി ഇവിടെ നിർത്തിയിടാം. നമ്മുടെ വാണ്ടഡ് ലെവലൊക്കെ പോട്ടെ. വാണ്ടഡ് ലെവലിൽ പോണവരെ നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. ഇനി ഇങ്ങോട്ടേക്ക് ട്രെയിനൊന്നും വരാണ്ടിരുന്നാൽ മതിയായിരുന്നു. ആ ട്രെയിന് വന്നാലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ വണ്ടി മേടിക്കൊന്നുമില്ല. ഞാനവിടെ സൈഡിലാണ് പാർക്ക് ചെയ്തേക്കണത്. നമുക്കപ്പോൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. അതിനു മുൻപേ ഈ വീഡിയോ ഇതൊരിക്കും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കും സബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കപ്പോൾ കുറച്ചു നേരം ഇവിടെ നിൽക്കാം. A few moments later. ഓക്കെ, ഇവിടെ നമ്മുടെ വാണ്ടഡ് ലെവലൊക്കെ പോയേക്കാൻ കേട്ടാ. എന്തെങ്കിലും ആവട്ടെ, ഇനിയിപ്പോൾ പോലീസുകാർ എൻ്റെ പിന്നാലെ വരില്ല. ഇനിയിപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഒരു മിനിറ്റ്, ഇങ്ങനെ വീട്ടിലേക്ക് പോയാലേ പണിപ്പാളുണ്ടാ. നിങ്ങൾക്ക് പിന്നെ അറിയാലോ, എൻ്റെ വീടിന് മുമ്പിലേ പോലീസ് സ്റ്റേഷനാ. പോലീസുകാർക്ക് മനസ്സിലാവും ഞാനാണ് കാർ അടിച്ചു മാറ്റിയെന്ന്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഈ കാറില്ലേ അതൊന്ന് ചെറുതായിട്ട് മോഡിഫൈ ചെയ്യാം. ഇതിൻ്റെ കളർ മാറ്റാം. ബ്ലാക്ക് മാറ്റിയിട്ട് വേറെ വല്ല കളർ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ പോലീസുകാർക്ക് മനസ്സിലാവില്ല ഞാനാണ് കാർ അടിച്ചു മാറ്റിയെന്ന്. ഇവിടെ പിന്നെ അടുത്ത് ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. നമുക്ക് ആ വർക്ക്ഷോപ്പിലേക്ക് പോവാം. അയാൾ ഈ വണ്ടി പെടയായിട്ട് മോഡിഫൈ ചെയ്യേ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വർക്ക്ഷോപ്പ്. ഈ വണ്ടി നമുക്ക് തൽക്കാലം ഇവിടെ പാർക്ക് ചെയ്യാം. ഈ വണ്ടിയുടെ കളറും മാറ്റാം, അലോയ്സും മാറ്റാം. അത് മതി. 2 hours later. ഓക്കെ, നമ്മുടെ വണ്ടിയുടെ കളറൊക്കെ മാറ്റിയിട്ട് അയാൾ പിന്നെ പെട്ടെന്ന് പണികൾ തീർത്തു. 1 മണിക്കൂർ കൊണ്ട് തന്നെ വണ്ടി മൊത്തം സെറ്റാക്കി തന്നു. വണ്ടിയുടെ കളർ മാറ്റി. മുന്നേ ഇത് ബ്ലാക്ക് ആയിരുന്നു, ഇപ്പം ഇത് യെല്ലോ ആക്കി. വണ്ടിയുടെ അലോയ്സ് മാറ്റിയിട്ടാ. അലോയ്സിൻ്റെ കളറും ഞാൻ യെല്ലോ തന്നെ കൊടുത്തേ. ഇപ്പം ഈ വണ്ടി കാണാൻ നൈസായിട്ടുണ്ട്, വലിയ കുഴപ്പമില്ല. പോലീസുകാർക്ക് ഇപ്പോൾ എന്നെ തിരിച്ചറിയാൻ പറ്റില്ല. എടാ ടോമേ, ഇത് നോക്കിയടാ, ഞാൻ ദേ വണ്ടി കൊണ്ടുവന്നു. ബാബു, എടാ ഫ്രാക്കനെ, ഇത് കൊള്ളാലോ. ഈ വണ്ടി നൈസ് കേട്ടാ. ഈ വണ്ടി നീ മോഡിഫൈ ചെയ്താ? ഇത് ബ്ലാക്ക് ആയിരുന്നില്ലേ? ആടാ ടോമിയെ, ഈ വണ്ടി ബ്ലാക്ക് ആയിരുന്നു. ഞാൻ ഈ വണ്ടി പെടായിട്ട് മോഡിഫൈ ചെയ്തു. ഇപ്പം ഇത് യെല്ലോ ആക്കി. പോലീസുകാർക്ക് പിന്നെ നമ്മൾ മനസ്സിലാവാൻ പാടില്ലേ. എന്തെങ്കിലും ആവട്ടെ. ഓക്കെ ഗേസ്, അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.